അങ്കിൾ ജോൺ പതിവുപോലെ പാർക്കിലേക്ക് പോയി നിരാശയോടെ അവിടെ ഇരിപ്പുറപ്പിച്ചു. Uncle John went to the park and sat despondently like usual. ഹായ് ജോൺ അങ്കിൾ, എനിക്ക് നിങ്ങളോടൊപ്പം ബെഞ്ചിൽ ഇരിക്കാമോ? Hi, John uncle. Can I join you on the bench? മോളെന്താ ഇവിടെ? Sure dear, what brings you here? ഞാൻ എല്ലാ ദിവസവും നിങ്ങളെ ഇവിടെ കാണാറുണ്ട്. I noticed you here every day. കുറച്ചു സമയം എന്റെ കൂടെ ചെലവഴിക്കാമോ? Would you like to share some time with me? തീർച്ചയായും. Sure, that is kind of you. അപ്പോൾ പറയൂ അങ്കിൾ, എന്റെ പ്രായമായിരുന്നപ്പോൾ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഓർമ്മ ഏതാണ്? So, tell me uncle, what is your favorite memory from when you were my age? ഓ, ധാരാളം ഉണ്ട്. പക്ഷേ വേറിട്ടു നിൽക്കുന്നത് ഞാൻ എന്റെ മുത്തച്ഛന്റെ കൃഷിയിടത്തിൽ ചെലവഴിച്ച വേനൽക്കാലമാണ്. Oh, there are many, but one that stands out is the summer I spent on my grandparents' farm. നിങ്ങളെന്താണ് അവിടെ ചെയ്തത്? What did you do there? വീട്ടുജോലികളിൽ സഹായിച്ചു, മരങ്ങളിൽ കയറിക്കളിച്ചു, വൈകുന്നേരം മിന്നാമിന്നികളുടെ പിന്നാലെ നടന്നു. Helped with chores, climbed trees, and chased fireflies in the evening. ഒരു പുസ്തകത്തിലെ കഥ പോലെ തോന്നുന്നു. Sounds like a story from a book. നിങ്ങളുടെ പ്രിയപ്പെട്ട പുസ്തകം ഏതാണ് അങ്കിൾ? What is your favorite book, uncle? ഡിക്കന്റെ വലിയ പ്രതീക്ഷ. Dickens' Great Expectations. എണ്ണിയാലൊടുങ്ങാത്ത തവണ ഞാൻ ആ മരത്തിന്റെ ചുവട്ടിലിരുന്ന് വായിച്ചിട്ടുണ്ട്. I read it under that tree countless times. എനിക്കും അത് വായിക്കാൻ ആഗ്രഹമുണ്ട്. I would also like to read it. നിങ്ങൾ എപ്പോഴെങ്കിലും സാഹസിക കഥകൾ വായിച്ചിട്ടുണ്ടോ? Have you ever read any adventure stories? ഒരുപാട്. നിങ്ങളുടെ ഇരിപ്പിടം വിടാതെ തന്നെ അവ നിങ്ങളെ വിവിധ ലോകങ്ങളിലേക്ക് കൊണ്ടുപോകുന്നു. Many. They transport you to different worlds without leaving your seat. നമുക്ക് നാളെ ഒരു പുസ്തകം എടുത്ത് ഓരോ ദിവസവും ഓരോ അധ്യായം വായിക്കാം. We can pick a book tomorrow and read a chapter each day. ശരി, നാളെ തന്നെയായിക്കോട്ടെ. ഇപ്പോൾ സ്കൂളിൽ നിന്റെ പ്രിയപ്പെട്ട വിഷയങ്ങളെക്കുറിച്ച് എന്നോട് പറയൂ. Tomorrow it is, then. Now tell me about your favorite subjects in school. എനിക്ക് ശാസ്ത്രവും കലയും ഇഷ്ടമാണ്. I enjoy science and art. ലോകപര്യവേക്ഷണം ചെയ്യുന്നതിനുള്ള വ്യത്യസ്ത വഴികൾ പോലെയാണ് അവ. They are like different ways of exploring the world. ജിജ്ഞാസയുള്ള മനസ്സ് ഒരു നിധിയാണ്, അതിനെ പരിപോഷിപ്പിക്കുക. A curious mind is a treasure, keep nurturing it. എനിക്കൊരു ഐഡിയ ഉണ്ട്. നിങ്ങളുടെ ഓർമ്മകളുടെയും എന്റെ സാഹസങ്ങളുടെയും ഒരു സ്ക്രാപ്പ് ബുക്ക് ഉണ്ടാക്കാം. I have an idea. Let's make a scrapbook of your memories and my adventures. ചിത്രങ്ങൾ, കുറിപ്പുകൾ, നമ്മുടെ പ്രിയപ്പെട്ട ഉദ്ധരണികൾ എന്നിവ ഉപയോഗിച്ച് ഇത് നിറക്കാം. We can fill it with pictures, notes, and our favorite quotes. സുഹൃത്തുക്കൾ ഒരുമിച്ച് ഓർമ്മകൾ സൃഷ്ടിക്കണം, അല്ലേ? Friends should create memories together, right? നീ ഈ വൃദ്ധന്റെ ദിവസം സമ്പന്നമാക്കിയിരിക്കുന്നു, നിമ്മി. You have made this old man's day, Nimmi. പിന്നെ ഞാൻ കമ്പിളിത്തുന്നൽ പഠിക്കുന്നുണ്ട്. നിങ്ങൾക്കൊരു സ്കാർഫ് വേണോ അങ്കിളേ? By the way, I have started learning to knit. Want a scarf? നീ തുന്നുമോ? എനിക്ക് സ്കാർഫ് ഇഷ്ടമാണ്, നന്ദി. You knit. I would love a scarf, thank you. നമ്മുടെ കഥകളുടെ എല്ലാ നിറങ്ങളും ചേർത്ത് ഞാൻ അതുണ്ടാക്കും. I will make it with all the colors of our stories. ശൈത്യകാലത്ത് ഇത് നിങ്ങൾക്ക് ചൂട് തരും. It will keep you warm in winter. നിന്റെ ദയ ഏതൊരു സ്കാർഫിനേക്കാളും എന്റെ ഹൃദയത്തെ കുളിർപ്പിക്കുന്നു. Your kindness warms my heart more than any scarf could. ഇനി പറയൂ അങ്കിൾ, എവിടെയെങ്കിലും യാത്ര ചെയ്യാൻ പറ്റുമെങ്കിൽ എവിടെ പോകും? Now, tell me, uncle, if you could travel anywhere, where would you go? പാരീസ്. ശാന്തമായ ഒരു കഫേയിൽ ഇരിക്കാനും കാപ്പി കുടിക്കാനും ആളുകളെ നിരീക്ഷിക്കാനും ഞാൻ എപ്പോഴും ആഗ്രഹിച്ചിരുന്നു. Paris. Always wanted to sit in a quiet cafe, sipping coffee and people watching. സാഹസികതകളുടെ ബക്കറ്റ് ലിസ്റ്റിൽ നമ്മൾ ഇത് ചേർക്കും. We will add it to our bucket list of adventures. ജീവിതം തന്നെ ഒരു സാഹസികതയാണ്, നിമ്മി. നീ എന്റെ ജീവിതത്തിന്റെ ഒരു ഭാഗമാകുന്നതിൽ എനിക്ക് സന്തോഷമുണ്ട്. Life is an adventure, Nimmi,
and I am glad you are a part of mine.